മ്യൂസിയമാണ് കണ്ടോ. ഇതൊന്ന് വലിയൊരു ആഞ്ജനേയരുടെ പ്രതിഷ്ഠയും ഇതൊരു മ്യൂസിയമാണ്. ഇവിടെ വന്ന് രാമായണത്തിൻ്റെ കഥ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ രാമായണത്തിൻ്റെ കഥ പ്രത്യേകം സ്റ്റോറിയായിട്ട് അവിടെ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വന്ന് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഈ 3 ലാംഗ്വേജിലുണ്ട്. വലിയൊരു മ്യൂസിയമാണ്. എയർ കണ്ടീഷനാണ്. പിന്നെ മുകളിൽ വന്ന് അത് താഴത്തെ ഫ്ലോറിൽ, പിന്നെ രണ്ടാമത്തെ ഫ്ലോറിൽ വന്ന് പത്മനാഭസ്വാമിയുടെ നല്ലൊരു നമ്മളെ അനന്ത പത്മനാഭ സ്വാമിയുടെ നല്ല വെങ്കലത്തിലുള്ള നല്ലൊരു ശില്പമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി അദ്ദേഹം നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തു, വീണ്ടും അത് ചെയ്യാണ്. ഇതെന്താ ചേട്ടാ ചെയ്യുന്നത്? ഇതെന്താണ്? പൂവാണല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ടോ ആ ചിപ്പിൽ ഒരു വലിയ ചിപ്പി എടുത്തിട്ട് അതിലൊരു കുഞ്ഞ് ചിപ്പി ഒന്ന് അങ്ങനെ ഓരോന്നായിട്ട് സൈസിനനുസരിച്ച് ഒരു ഭാവന ഉണ്ടാവണം അല്ലേ, നമ്മളെന്താണ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു ഭാവനയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇത് വരത്തുള്ളൂ അല്ലേ? പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഇളവില്ല അല്ലേ? ഇളവില്ല. ഇത് ഈ ചിപ്പ് എങ്ങനെയാ ചേട്ടാ വാങ്ങുന്നത്? എങ്ങനെ കിലോ? ഒരു ഇപ്പോഴത്തെ മാർക്കറ്റ് ആകുമ്പോൾ കിലോ എന്തോലും വരും ഉദ്ദേശം? 80 രൂപയുടെ ഉണ്ട്. 80 രൂപ. 80 രൂപയുടെ ഉണ്ട്. അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് 60 രൂപയുടെ ഉണ്ട്. 125 രൂപയുടെ ഉണ്ട്. തരത്തിനനുസരിച്ചുള്ള. ഒരു പൂവായി, കുഞ്ഞു പൂവായി അല്ലേ? എവിടെ ആയാലും നമ്മളെവിടെ എവിടെ പോയാലും നമുക്കൊരു മലയാളി ഒരാളെങ്കിൽ കാണും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറ്റൊരു മേൽവിലാസം തേടിയാണ് വന്നപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ്റെ മുമ്പിൽ പെട്ടു അല്ലേ? അല്ലേ? അവിടെ ഇല്ല. അതെ അതെ, തിരക്കി വന്നത് ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഞാൻ വന്നത് നമ്മുടെ ചേട്ടൻ്റെ മുമ്പിലായിരുന്നു. പക്ഷേ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കരവിരുത് നമ്മൾ വന്ന് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ വഴി എല്ലാവർക്കും നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് വേണമെങ്കിൽ ഇതൊരു വരുമാനം ഉണ്ടാക്കാം അല്ലേ? ഒരു വരുമാനം അവർക്കൊരു വീട്ടിലെ സ്ത്രീയൊക്കെയായാലും പുരുഷന്മാർക്കും അവർക്ക് ഇതൊരു വരുമാനം ഉണ്ടാക്കാം. ഉണ്ടായിക്കഴിഞ്ഞാൽ മാസം അതാ ഒരു പൂവായി കണ്ടോ, ഒരു പൂവായി. ചേട്ടൻ